ഹലോ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരി ശങ്കരത്തില് ഇപ്പോ ഗൗരി ഒരുപാട് സന്തോഷത്തിലാണ്. വലിയൊരു സർപ്രൈസ് ആണ് ശങ്കർ ഗൗരിക്ക് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഗൗരിയെ പ്രതീക്ഷിക്കാതെ ആഴിമല ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. എന്നാൽ അതിനേക്കാളും വലിയൊരു സർപ്രൈസ് ഗൗരി ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു സർപ്രൈസ് ഗൗരിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് ശങ്കർ പറഞ്ഞിരിക്കുകയാണ്. ഇനി അതെന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഗൗരിയും ശങ്കറും കൂടി അമ്പലത്തിൽ പോയി തൊഴുതു. ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷം ഗൗരി പ്രസാദം വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ശങ്കർ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൗരി ഇത്രയും നേരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ആരെക്കുറിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മുടെ ശങ്കർ പറയുന്നുണ്ട്. അങ്ങനെ ശങ്കർ മനസ്സറിഞ്ഞ് തൻ്റെ മഹാദേവനെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി നേരെ അടുത്ത ഒരു അവിടെ പോയി തൊഴുത് പ്രസാദം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗൗരി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എൻ്റെ ശങ്കറിൻ്റെ കൂടെ ഒരുപാട് വർഷം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് ഗൗരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ശങ്കർ കേട്ടു. ശങ്കർ പറയുവാണ്, നീ ആഗ്രഹിച്ചതുപോലെ, നിന്റെ മനസ്സിലുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കും, നീ പേടിക്കേണ്ട ആവശ്യമില്ല ഗൗരി, നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ ജീവിക്കാനായിട്ട് പറ്റും. എന്തായാലും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ, നമുക്കിനി അടുത്ത ഒരു സ്ഥലത്തോട്ട് പോകാം, അവിടെയാണ് നിനക്ക് വേണ്ടി നമ്മൾ കാത്തു വെച്ചിരിക്കുന്ന വലിയൊരു സർപ്രൈസ്. ഗൗരി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ശങ്കർ എന്താണ് എന്നോട് പറ എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശങ്കർ എന്തായാലും പറയാനായിട്ട് കൂട്ടാക്കില്ല. സർപ്രൈസ് എന്ന് പറയുമ്പോൾ അത് സർപ്രൈസ് ആണ്. അതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു വീര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ പറയത്തില്ല, നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ശങ്കറിന് ചെറുതായിട്ട് ഒരു അടിയും പിടിയൊക്കെ ഗൗരി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് നിൽക്കുക, ആ ഒരു രംഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശങ്കർ പറഞ്ഞതുപോലെ ഗൗരിക്ക് വലിയൊരു സർപ്രൈസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശങ്കറും ഗൗരിയും കൂടി നേരെ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ആദർശേട്ടനെ എണീപ്പിച്ച് നടത്തിക്കണം, തൻ്റെ ആ ഒരു വാശി എങ്ങനെയെങ്കിലും നടത്തിയിരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാദേവന് എതിരെ ഒരു വെല്ലുവിളിക്ക് വേണി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ ആദർശേട്ടനെ നടത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമെന്ന്. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വേണി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആദർശനെ ഒരുപാട് വട്ടം നടത്തിച്ചു. അങ്ങനെ ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടത്തിച്ച് കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ആദർശന് ഭയങ്കര കൈയൊക്കെ വേദനിച്ച് അവിടെ ഇരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, എനിക്ക് കൈയൊക്കെ വേദനിക്കുന്നുണ്ട്, നമുക്ക് നാളെ നടക്കാം എന്നൊക്കെ ഗൗരി അവിടെ വേണിയോട് പറയുമ്പോൾ വേണി ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ ആദർശ് കൈ വേദനിക്കുന്നുണ്ട്, വേണി നമുക്ക് ഇനിയിപ്പോൾ നാളെ നടക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വേണി ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു റീൽസിൽ കണ്ടതാണ്, നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ആ നിമിഷം തന്നെ നമ്മൾ നടത്തണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും ഏത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് ആ ഒരു സ്റ്റെപ്പിൽ നടത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊരു റീൽസ് ഞാൻ കണ്ടു. അപ്പോൾ ആദർശേട്ടനെ നടത്തിക്കും, എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ ഞാൻ പറഞ്ഞ ആ ഒരു വെല്ലുവിളി ഞാൻ വിജയിക്കും എന്ന് വേണിക്കൊരു വാശിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാശി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനെ പതുക്കെ എണീപ്പിച്ച് വേണി വീണ്ടും നടത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദർശ് പറഞ്ഞു, എനിക്ക് ഒരുപാട് കാലുവേദനയുണ്ട്, എനിക്ക് ഒരുപാട് കൈവേദനയും ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ നിന്റെ ആ വാശിക്ക് വേണ്ടിയിട്ട് ഞാൻ നടക്കും, എന്നിട്ട് നിന്റെ വാശി ഞാൻ നടപ്പിലാക്കിയിരിക്കും, നമ്മൾ വിജയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വാശിയും വീര്യത്തോടെ നമ്മുടെ ആദർശ് എങ്ങനെയെങ്കിലും ആരുടെ സഹായം ഇല്ലാതെ തനിക്ക് സ്വയം നടക്കാനായിട്ട് സാധിക്കണം എന്നൊരു വാശിയോടുകൂടി ആദർശ് മുന്നോട്ട് നടക്കുവാണ്. അങ്ങനെ നമ്മുടെ ശങ്കറിന്റെ ആ ഒരു സർപ്രൈസ് എത്തിച്ചെന്നത് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലാണ്. അതായത് നമ്മുടെ ഗൗരിയെ LLBക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു വക്കീലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കടമ്പയായിട്ടുള്ള എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിലാണ് ഗൗരിയും കൊണ്ട് ചെന്നത്. അപ്പോൾ ആദ്യം ഗൗരിക്ക് വിശ്വസിക്കാനായിട്ട് അത് സാധിച്ചില്ല. ശങ്കർ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നാൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് നിന്നെ LLBക്ക് പഠിപ്പിക്കണമെന്ന്, പക്ഷെ ഇപ്പോൾ നടപ്പിലാക്കി. എന്നാൽ അതൊന്നും ശങ്കർ പറഞ്ഞ കാര്യങ്ങളൊന്നും ആദ്യം ഗൗരി വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. എന്നാൽ ശങ്കർ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോം എടുത്തു കൊടുത്തു. ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഈ ഫോം ഇവിടുന്ന് വാങ്ങിപ്പിച്ചതാണ്, ഞാൻ അജിത്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു, ഇപ്പം നീ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്. കാരണം ഞാൻ വിചാരിച്ചതാണ് എൻ്റെ പഠിത്തം ഇതോടുകൂടി കഴിഞ്ഞു, ഇനി എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ എൻ്റെ ആഗ്രഹം ശങ്കർ നടത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ അത് ഇപ്പോൾ
ശങ്കർ എല്ലാവരും പറയും പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് വിദ്യാഭ്യാസത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ശങ്കറിന് വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ പോലും അതിന്റെ മഹത്വം എന്താണെന്ന് ശങ്കറിന് അറിയാം. അതുകൊണ്ടാണ് എനിക്കൊപ്പം ശങ്കർ ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയും അങ്ങനെ അതിനു മുന്നേ തന്നെ തൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് പ്രൊഫസറിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ പ്രൊഫസർ ഗൗരിയുടെ കോളാണെന്ന് കണ്ടപ്പോൾ എടുത്തില്ല. അപ്പോൾ നന്ദിനിയമ്മ വരികയും എന്നിട്ട് കോൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം ചോദിച്ചപ്പോൾ ശങ്കർ എന്നെ LLBക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കൊണ്ട് ചേർത്തിരിക്കുകയാണെന്നുള്ള സത്യം നന്ദിനിയമ്മ അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അവരെല്ലാവരും. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗരിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ്. അത് അത്രത്തോളം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശങ്കർ അത്രത്തോളം സീക്രട്ടായിട്ട് ആരോടും പറയാതെ, ഗൗരിയോട് പോലും പറയാതെ ആ ഒരു സ്ഥലത്തെത്തി ഗൗരിയെ അതിശയിപ്പിച്ചത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ബൈ.